ഹായ് ഹലോ നമസ്കാരം. മല്ലി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവിൽ മിൽക്കാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചൂടായ പാത്രത്തിലേക്ക് 1/4 കപ്പ് അവിലാണ് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ എന്തുകൊണ്ടും വെള്ളയവിലിനെക്കാളും നല്ലത് മട്ടയവിൽ തന്നെയാണ്. ഇതാണ്ടോ ഇത്തിരി അത്യാവശ്യം കട്ടിയുള്ള ഈ അവിലാണ് നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് നല്ലത്. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഒരു ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് മുതൽ ഒരു 2.5 മിനിറ്റ് വരെയൊക്കെയാണ് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ്ടോ ഏകദേശം നമ്മുടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതാണ്ടോ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ വരും. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു പാകപ്പരുവം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 6 ചെറുപഴം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പഴുപ്പുള്ള 6 ചെറുപഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 5 രൂപയുടെ ഒരു ഹോർലിക്സ് പാക്കറ്റാണ്, അത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബൂസ്റ്റ് വേണമെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഹോർലിക്സാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ എന്താ വെച്ച് പറഞ്ഞാൽ നിങ്ങളിത് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഴത്തിനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിക്കുമ്പോഴും നല്ല ഒരു തണുപ്പും നല്ല ഫീലാണ് അത് കഴിക്കുമ്പോൾ. ഇത് കണ്ടോ ഈ ഒരു ലെവൽ ഞാൻ ഈ ഫോർക്ക് വെച്ചിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മിക്സിയിലിട്ട് അടിക്കുകയെന്ന് പറഞ്ഞു വെച്ചാൽ ഒരുപാട് കൂള് പോലെയായി പോകും. ഇതാകുമ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ ആ കടിക്കാൻ കിട്ടും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ലെവലിൽ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ നല്ല ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പഴവും പാലൊക്കെ കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഓക്കെ, ഇതാണ്ടോ നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് വറുത്ത 4 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്തത് 3 ടേബിൾ സ്പൂൺ കാഷ്നട്ടാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം അവിലിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാവേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ അവിലും ഈ പാലും ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ആ ഒരു ലെവലിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്കിതാ ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാണ്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ കൂടെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നവരാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. ഓക്കെ, ഇനി ഞാനിതാ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ്, അത് നമുക്കൊന്ന് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിതാ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് മേൽക്കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് പീനട്ട്, നമ്മുടെ നിലക്കടല, വറുത്ത നിലക്കടല തന്നെയാണ്, അത് നമുക്കത് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്